പ്രൈസ് ദി ലോർഡ്. ഗോഡ് സിറ്റി മിനിസ്ട്രി ഒരുക്കുന്ന വിഷൻ ഇൻ ക്രൈസ്റ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹത്തിനും വിടുതലിനും രക്ഷിക്കും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്രദർ സാന്റോ മാത്യു നിങ്ങൾക്കായി ദൈവവചനം ശുശ്രൂഷിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. വിഷൻ ഇൻ ക്രൈസ്റ്റ് TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ഓരോ എപ്പിസോഡും കഴിയുമ്പോഴും അനേക ആളുകൾ ഞങ്ങളുടെ പ്രയർ സെന്ററിലേക്ക് ഞങ്ങളെ വിളിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ അനേക ആളുകൾ വിളിച്ചു, അനേക ജീവിതങ്ങളെ കർത്താവ് വിടിവിച്ചു. അത്ഭുതകരമായ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ ഇടയായി തീർന്നു. ലൈവായിട്ട് ഫോണിലൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ നൽകി. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം കൊടുത്തു. അത്ഭുതകരമായി വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ബ്ലെസ്സിംഗ് ആയിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ കഴിയത്തില്ല. അത്ര ബ്ലസ്സഡ് ആയിട്ടുള്ള കർത്താവിന്റെ വചനമാണ്. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്ക് ഇത് നിങ്ങളുടെ ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾക്ക് വേണ്ടിയായിട്ടുള്ള ഒരു ബ്ലെസ്സിംഗ് ആയിട്ടുള്ള മെസ്സേജാണ് ഈ ശുശ്രൂഷ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഈ ശുശ്രൂഷ തീർച്ചയായിട്ടും ഒരു ശബ്ദമെങ്കിലും ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കും. ഈ ശുശ്രൂഷയിൽ നിന്നും വെളിപ്പെട്ട് വരുന്ന ദൈവിക ശക്തി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, അനുഭവങ്ങളിൽ നിന്നും വെളിപ്പെടുന്ന ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിന് വിടുതൽ തരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് കേൾക്കുവാൻ നിങ്ങൾക്ക് ദൈവം കർത്താവ് ശക്തി നൽകട്ടെ, കൃപ നൽകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസും യോഹന്നാനും ഒരിക്കൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു വരിക. 9-ാം മണി സമയത്ത് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ ചിലർ ചുമന്നുകൊണ്ട് ദേവാലയത്തിലേക്ക് വരികയാണ്. ഇവ ദേവാലയത്തിലേക്ക് കടന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ ഈ വ്യക്തിയെ, ഈ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ വ്യക്തിയെ ഭിക്ഷയാദിക്കുവാൻ വേണ്ടി ഈ സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻവശത്ത് കൊണ്ടിരുത്തിയിരിക്കുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിനെയും യോഹന്നാനെയും കണ്ടിട്ട് ഭിക്ഷ ചോദിക്കുവാൻ വേണ്ടി അവർ അവരുടെ നേരെ കൈനീട്ടി. വല്ലതും കിട്ടുമെന്ന് കരുതി ഈ വ്യക്തി അവരെ നോക്കുവാനിടയായി തീർന്നു, അവരുടെ ഭിക്ഷ യാചിപ്പാനിടയായി തീർന്നു. എന്നാൽ ഇത് പതിവായിട്ട് പല പ്രാവശ്യവും ഈ സുന്ദരമെന്ന ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി കുറച്ചാളുകൾ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരുത്തുക പതിവായിരുന്നു. ആരെങ്കിലും കൊടുക്കുന്ന നന്മ കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇവൻ മുടന്തനായിരുന്നു. അതുകൊണ്ട് ഇവന് ഭിക്ഷ യാചിക്കേണ്ട ഒരു അവസ്ഥ ജീവിതത്തിൽ വരികയാണ്. ദൈവമക്കളെ, ഞാനിവിടെ നിങ്ങൾക്ക് നൽകുന്ന ഈ സന്ദേശത്തിനകത്ത് ദൈവശക്തിയെക്കുറിച്ചാണ്, ദൈവിക പ്രവൃത്തിയെക്കുറിച്ചാണ്. ഇവിടെ കർത്താവ് ഒരു വലിയ അത്ഭുതം അപ്പോസ്തലനായ പത്രോസിനെ കൊണ്ടും യോഹന്നാനെ കൊണ്ടും ദൈവം ചെയ്യിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവർ ദേവാലയത്തിലേക്ക് കടക്കാൻ ചെല്ലുമ്പോൾ ദൈവം ഭിക്ഷ യാചിക്കുന്നു. പെട്ടെന്ന് അവിടെ വായിക്കുന്നത് നമുക്ക് അവിടെ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അതിന് 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങളെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഉടനെ ഈ മുടന്തനായ വ്യക്തി പത്രോസിനെയും യോഹന്നാനെയും നോക്കി വല്ലതും കിട്ടുമെന്ന് കരുതി അവൻ അവരെ ഉറ്റുനോക്കി. എന്നാൽ ശ്രദ്ധിച്ചേ, 4-ാമത്തെ വാക്യത്തിൽ പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കിയെന്ന് എന്നിട്ട് പറയുന്നു, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. പത്രോസ്, അതെ, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. കർത്താവ് അത്ഭുതകരമായിട്ടുള്ള ഒരു വിടുതൽ അവിടെ ചെയ്യുക. ദൈവമക്കളെ ശ്രദ്ധയോടെ കേൾക്കണമേ. അമ്മയുടെ ഉദരത്തിലെ ഇവൻ മുടന്തനാണ്.
മുടന്തനായി ജനിച്ചതിന് ഇവൻ കാരണക്കാരനാണോ? അല്ല. ഇവൻ്റെ മാതാപിതാക്കളാണോ കാരണക്കാരൻ? അല്ല. ദൈവത്തിൻ്റെ മഹത്വം അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാനാണ്. അവൻ ജനിച്ചത് തന്നെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണ്. അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ അവൻ മുടന്തനായി ജനിച്ചു. എന്തിന്? ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനായി. എൻ്റെ കർത്താവ് ചെകിടനെയും കുരുടനെയും അന്ധനെയും ഒക്കെ സൗഖ്യമാക്കിയിട്ടുണ്ട്. കർത്താവ് വിവിധ തരത്തിലുള്ള രോഗങ്ങളും ഒക്കെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ തന്നെ മുടന്തനായ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന് കർത്താവ് അവന് വേണ്ടി പ്രവർത്തിക്കാനിടയായി തീർന്നു. ശ്രദ്ധയോടെ കേൾക്കണമേ. വളരെ ബ്ലസ്സഡ് ആയിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവിക പ്രവൃത്തിയാണ് അപ്പോസ്തലന്മാരെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുന്നത്. യോഹന്നാനോട് കൂടെ, അതെ, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ നോക്കി. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയമുണ്ട്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, കർത്താവിൽ നിന്നും ചില ദൈവിക ശക്തി പ്രാപിച്ചിട്ട് ഇപ്പോഴും ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുക. കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ചിട്ടും ഒന്നും ചെയ്യാതെ ഒതുങ്ങിയിരിക്കുന്ന പലർക്കും ഇതൊരു മെസ്സേജാണ്. രണ്ടുപേർ ഐക്യവത്തെ പ്രാർത്ഥിച്ചാൽ അതിനൊരു ദൈവികമായ വിടുതലുണ്ട്. കർത്താവ് ശിഷ്യന്മാർ ഈ രണ്ടുപേരെ അയച്ചത്. ഇവിടെ പത്രോസും യോഹന്നാനും തന്റെ ശുശ്രൂഷ ചെയ്യുക. നോക്കിക്കേ, രണ്ടുപേരുടെ ഐക്യതയ്ക്കകത്ത് ഒരു ദൈവിക പ്രവൃത്തിയുണ്ട്, ഒരു നിലനിൽക്കുന്ന ദൈവിക പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് കർത്താവ് ഈ രണ്ടുപേരെ അയച്ചത്. ഇത് ശ്രദ്ധിക്കൂ. ഉറ്റുനോക്കി. യോഹന്നാനോട് കൂടെ പത്രോസ് അവനെ ഉറ്റുനോക്കി. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇവരുടെ മേൽ പകരപ്പെട്ട ദൈവിക ശക്തി ഈ മുടന്തനായി കിടക്കുന്ന അവനെ എഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ഉറ്റുനോക്കി എന്ന് പറയുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയം, മോശ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി 12 പേരെ അയക്കുന്നുണ്ട്. അതിൽ 2 പേര് വ്യത്യസ്തമായി ഐക്യതയുള്ളവരായി പോയി. 10 പേര് ഒറ്റ മനസ്സോടും ഒരേ മനോഭാവത്തോടും 2 പേര് വ്യത്യസ്തമായി ഒരേ മനസ്സോടും കടന്നുപോയി. ശ്രദ്ധിക്കൂ. എന്നാൽ ഈ 10 പേര് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ ചെന്നപ്പോൾ അമാലിക്കരെ കണ്ട് അവർ ഭയപ്പെട്ടു, പേടിച്ചുപോയി. അവർക്കൊരിക്കലും അതിനകത്തൊരു വിടുതലില്ലെന്നും കനാൻ ദേശത്ത് പ്രവേശിക്കാൻ അവർക്ക് കഴിയത്തില്ലെന്നും അതിനകത്തുനിന്നൊരു വിടുതൽ അവർ അനുഭവിക്കത്തില്ലെന്ന് ഇവർ വിധി എഴുതി. അതിന്റെ അർത്ഥം പ്രതിസന്ധികളെ കണ്ട് അവർ ഭയപ്പെട്ടു. ലാഖ്യമല്ലന്മാരെ കണ്ടപ്പോൾ അവർ ഉരുകിപ്പോയി. അവർ 10 പേരും നോക്കി. നോക്കണമേ, വ്യത്യാസം കണ്ടോ? അവർ 10 പേരും ഐക്യതയുള്ളവരല്ലായിരുന്നു, ആത്മാർത്ഥതയുള്ളവരല്ലായിരുന്നു. 2, അവർ വിശ്വസ്തരല്ലായിരുന്നു. എന്നാൽ നോക്കിക്കേ, 2 പേര് അതിൽ വ്യത്യസ്തമാണ്, യോശുവയും കാലേബും. അവർ ഒരേപോലെ ഇവിടെ പത്രോസും യോഹന്നാനും ചെയ്തതുപോലെ തന്നെ അവർ 2 പേരും ഐക്യത നിറഞ്ഞവരായി. യോഹന്നാനോട് കൂടെ പത്രോസ് അവനെ ഒറ്റുനോക്കിയെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന യോശുവയും കാലേബും ഐക്യതയോടെ അവർ അവയെ ഒറ്റുനോക്കിയപ്പോൾ ഈ അലാഖ്യ മലന്മാരെ പിടിച്ചടക്കി ഈ കനാൻ ദേശം പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവിടെ ഉള്ളിലുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ 2 പേരുടെ ഒറ്റ നോട്ടത്തിൽ ഈ കനാൻ ദേശം ഇസ്രായേൽ ജനത്തിന്റെ കയ്യിലായി കഴിഞ്ഞു. അതാണ് അവരുടെ മേലുണ്ടായിരുന്ന ശക്തിയും വിശ്വാസവും. ദൈവക്കളെ, ഇത് വിശ്വാസമാണ്. ഇവിടെ ഇവരുടെ ദൈവത്തിൽ ഉണ്ടായ ധൈര്യവും വിശ്വാസവും നോക്കിക്കേ. യോഹന്നാനോട് കൂടെ പത്രോസ് അവനെ ഉറ്റുനോക്കി, ഐക്യതയെ കാണിക്കുന്നു. അതൊരു വിടുതലായി മാറി. നിന്റെ ഭവനത്തിനകത്ത് ഐക്യതയോടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവികമായി വിടുതൽ സംഭവിക്കും. നിന്റെ ഭവനത്തിനകത്ത്
രണ്ടുപേരെ ഉള്ളെങ്കിൽ പത്രോസിനും യോഹന്നാനെ പോലെയും ഒരുപോലെ യോഹന്നാനോട് കൂടെ പത്രോസ് ഒറ്റ നോക്കിയ പോലെ ഒരു ഐക്യതയോടെയുള്ള പ്രാർത്ഥന നിനക്കുണ്ടെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ തന്നെ അമ്മ ഉള്ളപ്പോൾ തന്നെ മുടന്തനായിരിക്കുന്ന ഒരു രോഗി എഴുന്നേറ്റെങ്കിൽ, അവൻ സൗഖ്യമുള്ളവനായി ചാടി എഴുന്നേറ്റെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിൽ പറയട്ടെ, നിന്റെ പ്രശ്നങ്ങളെ ആത്മാവിൽ നോക്കി നോക്കുവാൻ തയ്യാറെങ്കിൽ അവയ്ക്ക് ജീവനുണ്ടാകും. ആത്മാവിൽ അവയെ നീ നോക്കി നോക്കുവാൻ തയ്യാറാകുക. പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുന്നവരെയല്ല ദൈവത്തിന് ആവശ്യം. അവയൊന്ന് ആത്മാവിൽ കണ്ട് നീ നോറ്റു നോക്ക, അവയോട് പ്രവചിക്ക. ഇവിടെ ശരിക്കും സംഭവിച്ചെന്നറിയാമോ? അവൻ കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചേ? അതെ, ചോദിച്ചോട് പറയാ, പൊന്നും വെള്ളിയും എനിക്കില്ല, പക്ഷെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരിക. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ അതെ ആമേ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നടക്കുക. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എഴുന്നേറ്റ് നടക്കുക, പുറത്തു വരിക. വലിയ മുറുക്കാണ് സംഭവിച്ചു. നോക്കണമേ, 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പൂഴ്ത്തിക്കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച വിഷയ, അവരോടുകൂടി ദേവാലയത്തിൽ കടന്നു. കുതിച്ചവൻ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും അതുവരെ ദേവാലയത്തിൽ അവൻ ഇന്നവരെ അകത്ത് പ്രവേശിച്ചില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, കണ്ണ് കാണാൻ പറ്റാത്തവർക്ക്, ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക്, മുടന്തനായവർക്ക്, ഇങ്ങനെയുള്ളവർക്കൊന്നും ദേവാലയത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ആലയത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയാതെ പുറത്തൊരു യാചകനെ പോലെ ശത്രു നിന്നെ ഒതുക്കിയിട്ടിരിക്കുന്നതാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സമയമായി. അല്പസമയം കഴിഞ്ഞപ്പോൾ ദൈവിക പ്രവൃത്തി വെളിപ്പെട്ടു. അവന്റെ നരിയാണി ഉറച്ചവൻ ചാടിയവൻ എഴുന്നേറ്റു. അവൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചു, അകത്ത് കടന്നു. ഇനി അവന്റെ മേൽ മുടന്തൻ എന്നുള്ള ഒരു മുദ്ര അവന്റെ മേലില്ല. അവൻ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. അതൊരു വലിയ അത്ഭുതമായി മാറി, ഒരു വലിയ സാക്ഷ്യമായി മാറി. അതിന്റെ 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് കണ്ടിട്ട് പത്രോസ് ജനത്തോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കിയെന്ന് പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? അതായത് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസും യോഹന്നാനും പറയുകയാണ്, ഇത് ഞങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ടോ ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ അല്ല. അപ്പൊ ശ്രദ്ധിച്ച്, വിടുതൽ സംഭവിക്കുന്നത് സ്വയം ഉണ്ടാകുന്ന ഭക്തി കൊണ്ടോ സ്വന്തമുണ്ടാകുന്ന ശക്തി കൊണ്ടോ അല്ല. ആമേ, ദൈവത്തിന്റെ ശക്തി കൊണ്ടത്രേ. അവിടെ പറയുന്നു, 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവന് അബ്രഹാമിന്റെയും ഈസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. കണ്ടോ, ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, ഞങ്ങൾ ചെയ്തത് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. കാരണം അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് തരാൻ ഒന്നുമില്ല, വെള്ളിയും പൊന്നൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ചില ദൈവികമായ വിടുതൽ സംഭവിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ പാളയത്തിന് പുറത്തു കിടക്കുന്ന വ്യക്തിയായിരിക്കാം നീ നിന്നെ തന്നെ പഴിക്കുന്നുണ്ടാവാം. നിന്റെ രോഗം നീ പലരെയും കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. മരിച്ചാൽ മതി എന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും. ദൈവത്തിന് ആത്മാവ് പറയില്ല, നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ പാളയത്തിന് പുറത്ത് നീ ആയിരിക്കുന്നത്, നീ ഈ അവസ്ഥയിലായിരിക്കുന്നത് ദൈവമഹത്വം വെളിപ്പെടാനാ. നീ ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനാ. നീ പണ്ടേ ഒരുപക്ഷെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാനേ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിരാശയുടെ വാക്കുകൾ ഇനി നീ പറയരുത്. നിന്റെ ഭവനത്തിൽ ദൈവികമായ വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. ഇതുവരെ ദൈവിക ശക്തി, ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണാൻ നിനക്ക് അകത്തു പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, മുടന്താണോ അതിന് കാരണം? ഒരു രോഗമാണോ അതിന് കാരണം? നിനക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയാത്തത് ഒരു മുടന്താണെങ്കിൽ ഇതാ അവനകത്ത് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തും. എന്നെ വളരെ ചിന്തിപ്പിച്ച കാര്യമുണ്ട്. ഭിക്ഷ യാചിക്കാനല്ലാതെ ഇവനകത്ത് കയറി പ്രാർത്ഥിക്കാനുള്ള
അവസരമില്ല. ഇവൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവും. കാരണം ഇവൻ അബ്രാഹാമിൻ്റെ സന്തതിയല്ലേ. ഇവനകത്ത് കയറി പ്രാർത്ഥിക്കാൻ ഇവന് കഴിയുന്നില്ല. ഒത്തിരി കൊതിയുണ്ടാവും. കാരണം ഇവൻ സ്വയം ഒരുപക്ഷെ എല്ലാം സഹിക്കായിരിക്കാം. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനാണല്ലോ. കാരണം കുറേ ആളുകൾ കൂടി ചുമന്നാണ് ഇവനെ കൊണ്ട് അവിടെ കൊണ്ട് വെക്കുന്നത്. പിന്നെ എങ്ങനെ അവൻ ദേവാലയത്തിനുള്ളിൽ കയറുന്നു? അതായത് ആലയത്തിനകത്തുള്ള ദൈവസാന്നിധ്യം ഇതുവരെ അവൻ അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പുറത്ത് ഇതുപോലെ ഒരുപക്ഷെ നീ ജനിച്ചപ്പോൾ രോഗിയായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ കുറെ കഴിഞ്ഞപ്പോഴായിരിക്കാം നീ രോഗിയായത്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനത്രേ. കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചില്ലേ? നമുക്കറിയാം എത്രയോ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. കർത്താവ് തന്റെ ശുശ്രൂഷയിൽ എത്രമാത്രം അത്ഭുതമേറിയ വിടുതൽ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? മരിച്ച ലാസറിനെ, 4 ദിവസമായ ലാസറിനെ എന്റെ കർത്താവ് ഉയർപ്പിക്കുവാനിടയായി തീർന്നു. അവിടെയും ഒരു ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനാ. നോക്കിക്കേ, മരിച്ചു നാറ്റം വെച്ചു, 4 ദിവസമായി. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും അവൻ്റെ തീർന്നു എന്ന് വിധി എഴുതി. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശത്രു വിധി എഴുതി എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവ് പറയാം, ഞാൻ തുടങ്ങുന്നേ ഉള്ളെന്ന്. ഓർക്കൂ, ഇനി ജീവിതത്തിൽ മുന്നോട്ട് ഇനി ഒരു ഉയർച്ചയില്ല, ഇതെല്ലാം കൊണ്ട് ഇവിടെ തീർന്നു, നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞ് വിധി എഴുതുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂത് പറയാ, ഇല്ല, ഒരു ദൈവിക പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനത്രേ. നോക്കണം, 4 ദിവസമായി ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. 4 ദിവസം നാറ്റം വെച്ചു, അവനെ കൊണ്ട് കല്ലറിൽ വെച്ചു, അവൻ അടക്കി. 4-ാം ദിവസം എൻ്റെ യേശു വന്ന് അവനെ വിടുവിച്ചു. ശ്രദ്ധിച്ച്, ചീഞ്ഞഴിഞ്ഞ ഒരു ശരീരമല്ല, അവിടെ അവനൊരു പുതിയതാക്കി അവനെ അവിടെ ഉയർപ്പിക്കുവാനിടയായി തീർന്നു. ദൈവമഹത്വം അവൻ കാണുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പഴയ പ്രശ്നമായിരുന്നാലും, നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപക്ഷെ നിങ്ങൾ പ്രതിയായി അല്ലെങ്കിൽ ഭാരപ്പെട്ട് ജീവിതത്തിൽ തകർന്നിരിക്കുന്ന വ്യക്തിയായിരുന്നാലും കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ദൈവം തന്നെ മഹത്വമായി വെളിപ്പെട്ടു വരും. ശ്രദ്ധിക്കൂ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ ഇവൻ മുടന്തനല്ലേ. ഇവന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും ഒരു വിടുതലുണ്ടെന്നൊന്നും അവൻ വിശ്വസിച്ചില്ല. അതേക്കുറിച്ചൊന്നും അവൻ അറിയത്തില്ല. അവനാകെ അറിയാവുന്നത് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നതോട് ഭിക്ഷ ചോദിക്കാൻ മാത്രമാണ്. അതുകൊണ്ട് ഉപജീവിക്കും. ഇതിനപ്പുറം അവനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പത്രോസും യോഹന്നാനും വന്നപ്പോഴും അവരോട് അവൻ യാചിക്കുകയായിരുന്നു. ഭിക്ഷ യാചിച്ചു, വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ നോക്കി. ഒരു തുള്ളിച്ചാടി ദൈവത്തിന്റെ മഹത്വമായി അവൻ ചാടി എഴുന്നേൽക്കുമെന്നോ ഇങ്ങനെയൊന്നും അവൻ അറിയത്തില്ല. പക്ഷേ അവിടെ പത്രോസിന്റെയും യോഹന്നാന്റെ മേൽ ദൈവം പറഞ്ഞ ശക്തിയെ വെളിപ്പെടുത്തുകയായിരുന്നു. തന്നോട് ഭിക്ഷ യാചിച്ചിരിക്കുന്ന ഈ സഹോദരന്റെ കൈക്ക് പിടിച്ചിട്ട് പറയുകയാണ്, അതെ, ഈ സഹോദരനോട് പറയുകയാണ്, പൊന്നും വെള്ളിയും എനിക്കില്ല, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നീ നടക്കുക. ദൈവത്തിന്റെ ആത്മാവ് വിശ്വാസത്തിൽ തളർന്നുപോയവനായിരിക്കാം നീ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ എഴുന്നേൽക്കണം. ഒന്ന്, നീ എഴുന്നേൽക്കണം. മറ്റൊന്ന്, നീ നടക്കണം. തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതേ അനുഭവത്തിൽ ജീവിതത്തിൽ ഇന്നും മുടന്തനല്ല എങ്കിൽ പോലും ആത്മീയ മുടന്ത് പ്രാപിച്ച് ഭവനത്തിൽ കിടക്കുന്ന പലരോടുള്ള മെസ്സേജാണ് ഇത്. വിശ്വാസമില്ല. ഞാനിങ്ങനെയാ ബ്രദറെ, എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഞാനിങ്ങനെ ആയിപ്പോയി. ഈ ലോകത്തിൽ പിശാച് തരുന്ന എന്തെങ്കിലും നന്മ കൊണ്ട് ജീവിക്കാനല്ല ദൈവം നിന്നെ കണ്ടിട്ടുള്ളത്. ഞാനിങ്ങനെ വിശ്വാസമില്ലാത്തവനായി ജനിച്ചുപോയി, എൻ്റെ ജീവിതം ഇനി ഇങ്ങനെ ഉണ്ടാകത്തുള്ളൂ എന്ന വിധി എഴുതുന്നൂടെ ദൈവത്തിന്റെ ആത്മാ പറയുക, അല്ല, ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അത്ഭുതകരമേറിയ പ്രവൃത്തി കഥ വെളിപ്പെടുത്താൻ പോകുന്നേ ഉള്ളൂ. ആത്മീയമായ മുടന്ത് പ്രാപിച്ചവർ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവർക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ആത്മീയ മുടന്ത് പ്രാപിച്ചവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, പുറത്ത് യാചകനെ പോലെ നിൽക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കൂ, ആത്മീയ മുടന്ത് പ്രാപിച്ചവർ പുറത്ത് നിൽക്കുമ്പോൾ
വിടുതൽ പ്രാപിച്ചവൻ അകത്ത് കയറും. അവൻ നന്മ കണ്ടെത്തും, വിടുതൽ പ്രാപിക്കും. പരാജയത്തിന്റെ വാക്കും പറഞ്ഞ് വീണ്ടും വീണ്ടും നിന്റെ ജീവിതത്തിൽ പല അസ്വസ്ഥതകളുണ്ടാക്കി ഒതുങ്ങുവാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് വിധി പറയുവാനല്ല, ദൈവിക പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ? ഒന്ന്, നീ എഴുന്നേൽക്കണം. നീ വീണ്ടും ആ പഴയ അവസ്ഥയിൽ കിടക്കാതെ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകുക. നിനക്ക് വിശ്വാസമുണ്ടായിരുന്നു, എപ്പോഴും നഷ്ടപ്പെട്ടു പോയി. നീ ഒന്ന് എഴുന്നേൽക്ക്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക്. അകത്തു ഒരു നന്മ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ദൈവമഹത്വം കാണേണ്ടതിന് നീ ചാടി എഴുന്നേൽക്കുക. ദൈവിക പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. വർഷങ്ങൾ പഴക്കമുള്ള രോഗവുമായി വീടിനുള്ളിൽ കഴിയുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, വിശ്വസിക്കാൻ തയ്യാറാകുക. അവന്റെ കരത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു, നസറയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ. രോഗക്കടയിൽ കിടക്കുന്ന ദൈവ പൈതലോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നസറയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക. നിന്റെ രോഗം എത്ര പഴകിയതായിരുന്നാലും ശരി, എന്റെ ദൈവത്തിന് വിടിവിക്കുവാൻ കഴിയും. നീ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി നിന്റെ രോഗക്കിടക്കിയിൽ വരും. കർത്താവ് നിന്നെ അവിടെ എഴുന്നേൽപ്പിക്കും. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയാ, ഈ മെസ്സേജ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ആളുകൾ ഉള്ളിൽ പറയുന്നുണ്ടാകാം, ഞങ്ങൾക്ക് ഒരു എഴുന്നേൽപ്പുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് വിശ്വസിക്കാൻ തയ്യാറായാൽ നീ എഴുന്നേറ്റ് പുറത്തു വരും. അബ്രാഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അതെ, അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, എവിടെയെങ്കിലും ആരെങ്കിലും നിസ്വാർത്ഥമായി ഒരു വിടുതൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതാരുടെയും സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം ശക്തി കൊണ്ടോ അല്ല. ഓർക്കൂ, അത് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുന്ന വിടുതലെല്ലാം കർത്താവിന്റെ, അത് ഭൂതങ്ങളുടെ അധികാരമല്ല, ദൈവത്തിന്റെ അധികാരമാണ്. കർത്താവിന്റെ പ്രവൃത്തി കാണാൻ നീ ആഗ്രഹിക്കണം. ഇവിടെ ഈ സഹോദരന്റെ വിശ്വാസം നേരത്തെ കണ്ടിട്ട് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ മുടന്തനായ ഈ വ്യക്തിയുടെ വിശ്വാസം നേരത്തെ വെളിപ്പാട് കിട്ടിയിട്ടല്ല പത്രോസും യോഹന്നാനും അവന് വേണ്ടി പ്രാർത്ഥിച്ചത്. അവിടെ ആ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കാരണം വളരെ സഹതാപത്തോടെ പത്രോസിനോടും യോഹന്നാനോടും ഭിക്ഷ ചോദിച്ചപ്പോൾ കൊടുക്കാനൊന്നും അവിടെ ഇല്ലായിരുന്നു, ഭൗതികമായിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ അവരുടെ മേൽ ഉണ്ടായിരുന്നത് അവർ കൊടുത്തു. ശ്രദ്ധിക്കൂ, മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയാത്തതിനൊക്കെ അപ്പുറമായ ദൈവിക പ്രവൃത്തിയുണ്ട്. മനുഷ്യന് കുറച്ച് പൈസ തന്ന് സഹായിക്കാൻ പറ്റും, മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റും മനുഷ്യന് അങ്ങും. പക്ഷേ ഒരു രോഗത്തെ സൗഖ്യമാക്കാൻ വൈദ്യശാസ്ത്രം കൈവിട്ട കേസ് മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടർമാർ പോലും പറയും ചില രോഗങ്ങൾ ഇത് ദൈവത്തിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവർക്കതറിയാം. ദൈവത്തിന്റെ മക്കളെ, മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യം. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ യാചകനെ പോലെ എന്നും പുറത്തു കടക്കുവാൻ ആഗ്രഹിക്കാതെ അകത്ത് പ്രവേശിക്കുവാൻ തയ്യാറാകണം. വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ കാണുവാനിടയായിത്തീരും. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും, അതിൽ യാതൊരു സംശയമില്ല. അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? സുന്ദരമെന്ന ഈ ദേവാലയത്തെങ്കിൽ ഈ അത്ഭുതങ്ങൾ കണ്ട് പലരും കർത്താവിനെ അറിഞ്ഞു. ഇവിടെ മേൽ പകർന്ന ഈ ദൈവിക ശക്തി കണ്ടിട്ട് പല ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. പലരും ആശ്ചര്യപ്പെട്ടു. ആ ഒറ്റ വിടുതൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഒന്നും കൂടെ പറഞ്ഞാൽ, ഈ സഹോദരൻ നിമിത്തം, അതായത് ഈ അമ്മയുടെ ഉദരത്തിൽ മുടന്തനായിരുന്ന ഈ സഹോദരൻ, ഈ യാചകന്റെ മേൽ വെളിപ്പെട്ട ദൈവ മഹത്വം കൊണ്ട് അനേകർ ആ ദേശത്ത് കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. ഒരു രോഗി സൗഖ്യമായാൽ, കടഭാരത്തിൽ കിടക്കുന്ന ഒരുത്തൻ യേശു ക്രിസ്തുവിന്റെ പുറത്തു വന്നാൽ അവിടെ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? ദൈവമഹത്വം വെളിപ്പെടുകയാ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിഷയത്തിൽ അത്ഭുതം നടക്കും. ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കുമ്പോൾ ആ ദേശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ വിശ്വസിക്കുക.
വിശ്വസിക്കുന്ന നിമിത്തം നോക്ക്, ഈ നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ഭയങ്കര വിശ്വാസമുണ്ടായി. കാരണം അവൻ യേശുവിനുള്ള വിടുതൽ അസാധാരണമായ ഒരു വിശ്വാസം അന്നേരം അവന്റെ ഉള്ളിലുണ്ടായി. ആ വിശ്വാസമാണ് അവനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രോഗത്തിലായിരിക്കാം നിങ്ങൾ കിടക്കുന്നത്, കർത്താവ് എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ശാപത്തിലാണോ, കർത്താവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ കടഭാരത്തിലാണോ, കർത്താവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ഒറ്റപ്പെടുന്ന അനുഭവമാണോ, കർത്താവ് നിങ്ങൾ അവിടുന്ന് എഴുന്നേൽപ്പിക്കും. തുള്ളിച്ചാടി എഴുന്നേറ്റ് സ്തുതിക്കുവാൻ ദേശത്ത്, ഭവനത്തിൽ, ചുറ്റുപാടുകളിൽ, കൂട്ടുകാരുടെ ഇടയിൽ ഒക്കെ ദൈവത്തെ നിങ്ങളെ മാനിക്കുവാൻ കഴിയും. നിങ്ങൾ ഒറ്റപ്പെടുന്ന അനുഭവമാണോ, നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ വലിയധികം മാറ്റിമറിക്കുന്നതായി തീരും, യാതൊരു സംശയമില്ല. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവിക വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്ക് കർത്താവ് വിടുവിക്കണമേ അപ്പാ. കർത്താവേ, സുന്ദരമെന്ന ഈ ദേവാലയത്തിലേക്ക് കർത്താവേ കടന്നു വന്ന പത്രോസും യോഹന്നാനും കടന്നു വന്നപ്പോൾ കർത്താവേ, അമ്മയുടെ ഉദരത്തിൽ മുടന്തനായിരിക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട ആ വിടുതൽ ആ ദേശത്തൊരു അത്ഭുതമായി മാറിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ കർത്താവേ, ജനിക്കുമ്പോൾ തന്നെ ശാപമായി ജനിച്ചവരുണ്ട്. അവർ പുറത്തു കിടക്കുന്നവരാ. യേശുവിന്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. സൗഖ്യമുണ്ടാവട്ടെ കർത്താവേ. കടവാരത്തിൽ കിടക്കുന്ന, ജീവിതത്തിൽ ശൂന്യമായി കിടക്കുന്ന ജീവിതങ്ങളിൽ കർത്താവ് ഇപ്പോൾ വിടുവിക്കുന്നതിനായി സ്തോത്രം. നിന്റെ അത്ഭുതമേറിയ വിടുതൽ കർത്താവെ ഈ നിമിഷത്തിന് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുമാറാകട്ടെ. കർത്താവെ, ശരീരത്തിന്റെ ഭാഗം മുഴുവൻ തളർന്ന് രോഗക്കിടക്കിൽ കിടക്കുന്ന കർത്താവെ ജീവിതങ്ങളെ ഇപ്പോൾ യേശു തൊട്ട് സൗഖ്യമാക്കണം. നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒത്തിരി കടഭാര നിമിത്തം മാനസികമായി തകർന്നു കിടക്കുന്ന ചില ജീവിതമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവിടെ കടഭാരം മാറി കർത്താവെ അവർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തിക്കായി നന്ദി പറയുന്നു. കർത്താവ് പൂർണ്ണമായി വിടുതലയച്ചാട്ടെ. ഇത് അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ബ്ലെസ്സിംഗ് ആയി തീരട്ടെ. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഏത് തന്നെയായിരുന്നാലും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച കാണുമ്പോഴും കർത്താവിന്റെ ചെറുകടയിൽ നിങ്ങൾ എല്ലാവരും കർത്താവ് മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അടുത്ത ആഴ്ച കാണാം. ബൈ.